ആ അമ്പലങ്ങളിലെ സ്വർണം എടുത്ത് പുറത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനുള്ള പദ്ധതിയാണ്, സൂക്ഷിക്കാനല്ല. പ്രാചീന ഗുരുകുല സമ്പ്രദായം അതെന്തൊക്കെ നമുക്ക് നൽകി അതിന് ഞാനൊരു കണക്ക് പറയാം. അമേരിക്കയുടെ കയ്യിൽ 6000 മുതൽ 8000 മെട്രിക് ടൺ സ്വർണം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഭാരതത്തിലെ 2 വിഭാഗങ്ങളുടെ കയ്യിലായിട്ട് 25000 മെട്രിക് ടൺ സ്വർണ്ണമുണ്ട്. ഇത് 2 കൂട്ടരുടെ കയ്യിലുള്ളത്. ഒന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, ക്ഷേത്രങ്ങൾ. രണ്ടാമത് കുടുംബങ്ങളിലാണ്. ഈ 2 സ്വർണ്ണങ്ങളും നമുക്ക് ഉണ്ടാക്കിയതിന് കാരണം എന്താ? ഒന്ന് നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികത, രണ്ടാമത്തത് കുടുംബത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ കുട്ടികളുടെയും കുട്ടികളുടെ കുട്ടികളിലേക്ക് ഒന്ന് നോക്കുക. എന്താണ് ഇപ്പൊ നഷ്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നത്? ഒന്ന് സ്പിരിച്വാലിറ്റി, അതൊരു അന്ധവിശ്വാസമായി മാറുന്നു. ഇതിന്റെ ഫലം എന്തായിരിക്കും? ഇത് തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനുള്ള പദ്ധതിയാണ്, സൂക്ഷിക്കാനല്ല. ആ അമ്പലങ്ങളിലെ സ്വർണം എടുത്ത് പുറത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പൊട്ടൻഷ്യലായി നമുക്കുണ്ടാകാവുന്ന ഒരു വലിയ ഒരു ക്യാപിറ്റലിനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കുന്ന മനഃശാസ്ത്രം എന്താണ്? സ്പിരിച്വാലിറ്റി ഇല്ലാത്തതാണ്, ആധ്യാത്മികത നഷ്ടപ്പെടുന്നു.